പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത സംരക്ഷണ പരിപാടിയുടെ 13ാം എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. 11-12 എപ്പിസോഡുകളിൽ AKGയെക്കുറിച്ചും AKG സെൻറ്ററിനെക്കുറിച്ചും AKG പഠന ഗവേഷണ കേന്ദ്രം പാർട്ടിയുടെ മാത്രം ഒരു സ്വത്തായി മാറിയതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു വരികയാണ്. അതിനുശേഷം പാർട്ടി ക്രമേണ നമ്മുടെ സാമ്പത്തിക, സാമൂഹ്യ, വിദ്യാഭ്യാസ രംഗങ്ങളിലെല്ലാം പിടിമുറുക്കി. കാരണം പാർട്ടിയുടെ ഒരു കെട്ടുറപ്പുണ്ട്, പാർട്ടിയുടെ ഒരു നെറ്റ്വർക്കാണത്. അത് അവിടെ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിനപ്പുറത്തേക്ക് ആർക്കും പോകാനാവില്ല. അതാണ് പലപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാറുള്ളത്, നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ളത്. അങ്ങനെ വളരെ ശരിയാണ്. കാരണം നമ്മൾ ജനാധിപത്യ, മതേതരത്വ, സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിലൂടെയാണ് നമ്മളിതൊക്കെ കാണാൻ ശ്രമിക്കുക, സാധാരണ മനുഷ്യർ. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊക്കെ ഒരു താൽക്കാലികമായ ഒരു സംവിധാനമാണ്. അതിലൊന്നും പാർട്ടിക്ക് ഒരു വിശ്വാസമില്ല. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഭരണത്തിലായാലും പ്രതിപക്ഷത്തായാലും പാർട്ടി എന്ത് നിശ്ചയിച്ചോ അത് നടപ്പിൽ വരുത്താനായിട്ട് അവർക്കൊരു പ്രത്യേക ശൈലിയുണ്ട്, തന്ത്രമുണ്ട്. അതവരെ ഏത് തരത്തിലും അതിനെ നടത്തിയിരിക്കും. ഓരോ സംഭവങ്ങളറിയാം. നിങ്ങൾ വിദ്യാഭ്യാസ രംഗത്തായാലും തൊഴിൽ രംഗത്തായാലും കാർഷിക രംഗത്തായാലും ഒക്കെ പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നു, അത് തെറ്റോ ശരിയോ എന്നല്ല, അത് അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കാനായിട്ട് അവർക്കുള്ള അതിനൊരു ശക്തിയുണ്ട്. കാരണം ചാവേറുകൾ, പാർട്ടി എന്ന് പറഞ്ഞാൽ കൊല്ലാനും മരിക്കാനും തയ്യാറായിട്ടുള്ള ആൾക്കാർ ധാരാളമുള്ളൊരു പ്രസ്ഥാനമാണ്. അതിൻ്റെ തീവ്ര ചിന്താഗതിക്കാരായ ആൾക്കാർ, സത്യസന്ധരും ശുദ്ധാത്മാക്കളുമായ ആൾക്കാർ ഒരുപാട് പേര് നക്സൽ പ്രസ്ഥാനത്തിലേക്ക് മാറിപ്പോയ കാര്യം ഇതിനു മുമ്പത്തെ ഒരു എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പറയുണ്ടായി. അവർ പോയി കഴിഞ്ഞപ്പോൾ പാർട്ടി പിളർന്ന ചരിത്രമുണ്ട്. 1964 കൽക്കട്ട സമ്മേളനത്തിലാണെന്ന് തോന്നുന്നു പാർട്ടി 2 ചേരിയിലേക്ക് മാറി. വലതുപക്ഷം നിന്നും ഇടതുപക്ഷം എന്നായി. ഇന്നത്തെ CPI വലതുപക്ഷത്തിൻ്റെ ഇത് എടുത്തു, ബാങ്ക് ഹിസ്റ്ററി എന്നുള്ള ഇതിലേക്ക് മാറി. EMSൻ്റെ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPIM എന്നുള്ള പാർട്ടി വേറൊരു രീതിയായി അവർ ആ രീതി പ്രവർത്തിച്ച് പോരുകയാണ്. അപ്പോൾ CPIMൽ കുറച്ചുകൂടെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള പാർട്ടി അണികൾ, അവർക്ക് ജനാധിപത്യത്തിൻ്റെയോ അല്ലെങ്കിൽ മതേതരത്വത്തിൻ്റെയോ അല്ലെങ്കിൽ സോഷ്യലിസത്തിൻ്റെ ഒന്നും സിദ്ധാന്തങ്ങളോട് പറയുന്നു എന്നല്ലാണ്ട് അതിനോടൊരു പൊരുത്തമില്ല, അതിനോടൊന്നും യോജിപ്പില്ല. അത് ഒരു മുഖമുദ്ര എന്നുള്ള വേണം പറയാം. നമുക്കൊരു റാപ്പർ, നമ്മളൊരു പരസ്യത്തിൻ്റെ വാചകം എന്നുള്ളത് കവിഞ്ഞ് അതിലേക്ക് ഒരു ആത്മാർത്ഥമില്ല. കാരണം അതിരുകൾ അവർ അംഗീകരിക്കുന്നില്ല. അപ്പം അങ്ങനെ നിൽക്കെ കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അതുപോലെയുള്ള യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ അവർ പിടിമുറുക്കി. കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റും ഒരു പ്രമേയം പാസ്സാക്കിയിട്ട് AKG സെൻറ്ററിന് വേണ്ടിയിട്ട് ഒരു 10-20 സെൻറ്റർ സ്ഥലം കൂടെ ആ യൂണിവേഴ്സിറ്റിയുടേതായിട്ട് പതിച്ചു നൽകി. കാരണം അത് പതിച്ചു നൽകാനായിട്ട് യൂണിവേഴ്സിറ്റിക്ക് AKG മെമ്മോറിയൽ റിസർച്ച് സെൻറ്റർ, സ്റ്റഡി സെൻറ്റർ എന്നുള്ള ആ ഒരു ഇത് വെച്ചുകൊണ്ട് അതിൽ നമുക്ക് തടസ്സം പറയാം. കാരണം നിയമപരമായിട്ട് അതിന് ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ ഒരു സാധ്യത അവർ ഉണ്ടാക്കിയെടുത്തു. കാരണം ഈ പേരെങ്ങനെയാണല്ലോ കിടക്കുക. അത് കഴിഞ്ഞിട്ടിപ്പോൾ അടുത്ത് അവർ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസ് പ്രത്യേകമായിട്ട് പടുത്തുയർത്തി, അതിൽ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ പാർട്ടിയുടെ ഒരു വളർച്ച, ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ഒരു വ്യക്തിക്ക് ഒരു പാർട്ടിയെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും, ഒരു സംസ്ഥാനത്തെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും, സംസ്ഥാനത്തെ മാത്രമല്ല കേന്ദ്രത്തിൽ പോലും സ്വാധീനം ചെലുത്താനും ഭരണഘടനാ സ്ഥാപനങ്ങളെ നിലയ്ക്ക് നിർത്താനും ഒരു വ്യക്തിക്ക് കഴിയും എന്നുള്ളത് വലിയ ഒരു പഠന വിഷയമാകേണ്ട കാര്യമാണ്. അപ്പോൾ ഈ കാലയളവിൽ സഖാവ് EK നായനാർ ഒക്കെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പാർട്ടിയുടെ വളർച്ച പോരെന്നും പാർട്ടി അധികാരത്തിൽ വരണമെങ്കിൽ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടത്തിൽ കൂട്ടി അവരൊരു മതേതര പാർട്ടിയാണെന്ന് അംഗീകരിച്ച് കൂട്ടത്തിൽ കൂട്ടണമെന്നുള്ള ഒരു പാർട്ടി ലൈൻ സഖാവ് MV രാഘവൻ, MVR എന്ന് വിളിക്കുന്ന അദ്ദേഹം കൊണ്ടുവന്നു. പാർട്ടി അതിനെ അംഗീകരിച്ചില്ല. ആ രേഖകൾ കൊണ്ടുവന്ന MV രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം CMP എന്നൊരു പാർട്ടി രൂപീകരിച്ചതായിട്ടും ഒക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ നികേഷ് കുമാർ ഇന്നിപ്പോൾ ഈ ചാനലുകളിലും ഒക്കെ വളരെ സജീവമായിട്ടുണ്ട്. MV രാഘവൻ മരണപ്പെട്ടു പോയി. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലത്താണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള സമരം നടത്തി. ആ സമരത്തിൽ കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായി. ഏതാണ്ട് 5 ചെറുപ്പക്കാർ കൊല്ലപ്പെടുകയുണ്ടായി. അന്ന് വെടികൊണ്ട് വീണതിലെ പുഷ്പൻ എന്ന് പറയുന്ന ഒരു സഖാവ് അടുത്ത കാലത്താണ് മരിച്ചത്. വെടികൊണ്ട് അദ്ദേഹത്തിന് ചലനരഹിതനായി കിടക്കുകയായിരുന്നു, അടുത്ത കാലത്ത് മരിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു കാര്യം അവരെതിർക്കുകയും ആ എതിർപ്പിനെ മറികടന്ന് മറുചേരി അത് വിജയകരമായിട്ട് നടപ്പാക്കുകയും ചെയ്തു കഴിയുമ്പോൾ അതിനെ എന്തെങ്കിലും ഒരു ന്യായവും ഒക്കെ ഉപയോഗിച്ച് സ്വന്തമാക്കുക എന്ന് പറയുന്ന ഒരു വലിയ തന്ത്രം പാർട്ടിയുടെ ഒരു വലിയ തന്ത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും, കാർഷിക മേഖലയിലെ സമരം ഉണ്ടായി. കാർഷിക രംഗത്ത് അവർ പിടിമുറക്കി സമരം നടത്തി. ആ രംഗം പരാജയപ്പെട്ടു. അവർ തന്നെ സഹകരണ സംഘം ഉണ്ടാക്കി, അത് പരാജയപ്പെടുത്തി. ആ പണമെല്ലാം ഇപ്പോൾ ഒന്നും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ എവിടേക്കോ പോയിരിക്കുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് സ്വകാര്യമായിട്ട് കോപ്പറേറ്റീവ് തലത്തിൽ വളർന്നു വന്നത്, അതിനെ എതിർത്ത് ഒടുവിൽ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ്. കൊച്ചിൻ മെട്രോ
കൊച്ചിൻ മെട്രോയെ അവർ നഖശികാന്തം എതിർത്തു. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് നടപ്പാക്കാനേ സാധിക്കില്ല, അവരുടെ ശവത്തിൽ കൂടെ നടന്നല്ലാതെ ആ എയർപോർട്ട് അവിടെ സ്ഥാപിക്കില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യം. ഒടുവിൽ ഈ നമ്മുടെ വിഴിഞ്ഞം കഴിഞ്ഞ ദിവസം കമ്മീഷൻ ചെയ്ത വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് എത്രയോ കാലമായിട്ട് സർ CP-യുടെ കാലത്ത് മുതൽ പഠനം നടത്തി വരികയാണ്. പല പല കാരണങ്ങളാൽ, സാങ്കേതിക വിദ്യയുടെ പോരായ്മകളാലും സാമ്പത്തികമായ പരിമിതികളാലും വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും നമുക്ക് വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മാണത്തിൽ കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്നിരിക്കെ ഇവിടെ അന്തരിച്ചുപോയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വലിയൊരു ആഗ്രഹം ഈ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത്രയും പ്രകൃതിദത്തമായി അനുകൂലമായുള്ള ഒരു പ്രദേശം, ആഴക്കടലുണ്ട്, വലിയ തര ശല്യങ്ങളില്ല, കപ്പൽ ചാലിനോട് അടുത്താണ്, അന്തർദേശീയ കപ്പൽ ചാലിനോട് അടുത്തായതുകൊണ്ട് നമുക്ക് ധാരാളം ബിസിനസ് അവിടെ കിട്ടും എന്നൊക്കെയുള്ള ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തുടങ്ങി വെച്ചു. അന്ന് അതിനുവേണ്ടി പ്രവർത്തിച്ച മിസ്റ്റർ ഏലിയാസ് ജോൺ എന്നൊരു അദ്ദേഹമുണ്ട്. അദ്ദേഹം ഇടയ്ക്കൊക്കെ ചാനലിൽ വരാറുള്ളതാണ്. അദ്ദേഹം വളരെ ശാസ്ത്രമായിട്ട് സ്വന്തം നിലയിൽ, വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനെക്കുറിച്ച് നല്ല പഠനം നടത്തി ആ പ്രദേശത്തിൻ്റെ ആകെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കും മറ്റ് എല്ലാ തൊഴിലാളികൾക്കും സാധാരണ മറ്റ് അനേകർക്കും തൊഴിൽ കിട്ടാനും പ്രദേശമാകെ വികസിപ്പിക്കാനും കഴിയുമെന്നുള്ള ഇതിൽ അന്ന് നടന്ന എതിർപ്പുകളെയൊക്കെ അദ്ദേഹം സ്വന്തം നിലയിൽ ലേഖനങ്ങളിലൂടെയും മറ്റ് പല പല വേദികളിലും അവതരിപ്പിച്ച് നടത്തിയ ഇദ്ദേഹമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു പരാമർശവും പറഞ്ഞു കേട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്താൽ നല്ലത്, മറ്റുള്ളവർ ചെയ്താൽ മോശം എന്നുള്ള ഒരു നിലപാട് പാർട്ടി എന്നും സ്വീകരിച്ചിട്ടുള്ളതാണ്. അതായത് കണ്ണൂരിലെ ഒരു പ്രയോഗമുണ്ട്, വെടക്കാക്കി തനിക്കാക്കുക. അതൊരു അല്പം ഇതായിട്ടുള്ളതാണ്. പറഞ്ഞു വെച്ചാൽ ഒരു പെൺകുട്ടിയെ നശിപ്പിച്ച് കഴിഞ്ഞാൽ അതിനെ ആരും കല്യാണം കഴിച്ചുകൊണ്ട് പോകുമല്ലോ. അപ്പോൾ പിന്നെ എനിക്കതിനെ എടുക്കാമെന്നുള്ള ഒരു രീതി, അതാണ് അതിന് വെടക്കാക്കി തനിക്കാക്കുക. ആ രീതി പാർട്ടിയുടെ ഒരു തന്ത്രമായിട്ട് എന്ന് പോകുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ അടുത്ത് നിന്ന് കാണാനിടയായപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. സ്ട്രീറ്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ പല പേരിൽ ഒരു വലിയ പഠനം കോട്ടയം കേന്ദ്രീകരിച്ച്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം മരിച്ചുപോയി, കോട്ടയം പുല്ലരിക്കുന്നിൽ അദ്ദേഹം അതൊരു സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി വളരെ ശാസ്ത്രീയമായിട്ടൊരു പഠനം, ഡോക്ടർ പേരെന്താണോ അത് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ശാസ്ത്രീയമായ പഠനവും ഗവേഷണവും ഒക്കെ ഒരു വഴിക്ക് നടക്കുമ്പോൾ അതിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കാതെ ഒരുതരം ഗുണ്ടായിസവും മാഫിയ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അതുപോലെ നിയമവിരുദ്ധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ പാർട്ടിയെ വളർത്തുന്നതാണ് ലാഭകരവും അല്ലെങ്കിൽ പാർട്ടിക്ക് വളരാനുള്ള സാഹചര്യമെന്ന് പാർട്ടിയുടെ ചില കേന്ദ്രങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് പാർട്ടിയെ ഹൈടെക് പാർട്ടി ആക്കാൻ അവർ പിന്നീട് തീരുമാനിച്ചു. കമ്പ്യൂട്ടറും അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളും എല്ലാം എറിഞ്ഞ് നശിപ്പിച്ച് ആ രംഗത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി ഏതാണ്ട് ഒരു 10-15 വർഷത്തോളം നാടിനെ പിന്നോട്ട് തള്ളി. മറ്റ് സംസ്ഥാനങ്ങൾ, തമിഴ്നാടും കർണാടകവും മഹാരാഷ്ട്രയും UP ഒക്കെ വലിയ മുന്നേറ്റം നടത്തി കഴിഞ്ഞപ്പോഴും നമുക്ക് ഈ കമ്പ്യൂട്ടറൈസേഷനിലോ അല്ലെങ്കിൽ വ്യവസായങ്ങളിലോ മുന്നോട്ട് വരാൻ കഴിയാഞ്ഞത് ഈ ഒരു മനോഭാവം കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ജനങ്ങൾക്ക് നന്മ വരാൻ, സാമൂഹികമായ വളർച്ച ഉണ്ടാകാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഒരു ഭരണഘടനയും നിയമ സംവിധാനങ്ങളും ജനാധിപത്യ രീതികളും ഉണ്ടെന്നുള്ളതും മറക്കാൻ പാടില്ല. അത് മറന്നു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ ഗുരുതരമായിരിക്കും. ആ പാർട്ടി തന്നെ വിശ്വാസം നഷ്ടപ്പെടും. എനിക്ക് തോന്നുന്ന പാർട്ടിയിൽ അംഗങ്ങൾ പോലും അല്ലെങ്കിൽ അനുഭാവികൾക്ക് പോലും ആ പാർട്ടിയോട് കാര്യമായൊരു കൂറില്ല. പക്ഷേ അവരുടെ നിലനിൽപ്പിനെ കരുതി പാർട്ടിയിൽ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സാമൂഹ്യ സംവിധാനത്തെ അവരെത്തിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡ് 14 നമ്മൾ കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.